പരബ്രഹ്മ സ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ പാദകമലങ്ങളിൽ ശതകോടി പ്രണാമം. സജ്ജനങ്ങളായ പ്രിയ ആത്മസഹോദരരെ, ഇന്ന് നമ്മൾ ആത്മോപദേശ ശതകം 81 മന്ത്രമാണ് മനനത്തിനായി എടുത്തിട്ടുള്ളത്. മന്ത്രം ഇപ്രകാരമാകുന്നു: പ്രകൃതി പിരിഞ്ഞൊരു കൂറു ഭോക്തൃരൂപം സകലവുമായി വെളിയെ സമുല്ലസിക്കും. ഇഹ പരമാമൊരു കൂറി ഇതന്തയാലേ വികസിതമാം ഇതു ഭോഗ്യ വിശ്വമാകും. പ്രകൃതി പിരിഞ്ഞൊരു കൂറു ഭോക്തൃരൂപം സകലവുമായി വെളിയെ സമുല്ലസിക്കും. ഇഹ പരമാമൊരു കൂറ് ഇതന്തയാലേ വികസിതമാമിതു ഭോഗ്യ വിശ്വമാകും. നമുക്ക് വാക്കുകളുടെ അർത്ഥത്തിലേക്ക് പോകാം. പ്രകൃതി പിരിഞ്ഞ്, ആത്മശക്തിയായ പ്രകൃതി പിരിഞ്ഞ് ഒരു കൂറ്, ഒരു ഭാഗത്ത് ഭോക്തൃരൂപം, ഭോക്താവായി നിൽക്കുന്നു. ഒരു കൂറ് മറ്റു ഭാഗത്ത് ഇതന്തയാലേ, ഇതന്ത കാരണം, ഇഹ പരമാം, ഇഹ പരമായ, സകലവുമായി, എല്ലാമായി, വെളിയെ സമുല്ലസിക്കും, ബാഹ്യലോകം പ്രതിഭാസിക്കുന്നു. ഇതാണ് വികസിതമാം, വികസിച്ചു നിൽക്കുന്ന, ഭോഗ്യ വിശ്വമാകും, ഭോഗ്യ വിശ്വമായി ഇരിക്കുന്നത്. ഒരിക്കൽ കൂടി അർത്ഥം പറയാം. ആത്മശക്തിയായ പ്രകൃതി പിരിഞ്ഞ് ഒരു ഭാഗത്ത് ഭോക്താവായി നിൽക്കുന്നു. മറുഭാഗത്ത് ഇതന്ത കാരണം, ഇഹപരമായ എല്ലാമായി ബാഹ്യലോകം പ്രതിഭാസിക്കുന്നു. ഇതാണ് വികസിച്ചു നിൽക്കുന്ന ഭോഗ്യ വിശ്വമായിരിക്കുന്നത്. നമുക്കിനി ഈ വരികളുടെ ആന്തരികമായ അർത്ഥതലത്തിലേക്ക് കടക്കാം. നമുക്കറിയാം, എല്ലാ ജീവികളും സുഖം ഉള്ളയിടത്ത് മാത്രമേ ജീവിക്കുകയുള്ളൂ, അല്ലേ? എല്ലാവരും സുഖം അന്വേഷിച്ച് ജീവിക്കുന്നവരാണ്. മനുഷ്യരാണെങ്കിലും മൃഗങ്ങളാണെങ്കിലും എല്ലാം തന്നെ. നല്ല കാലാവസ്ഥയുള്ള ഇടത്തേക്ക് ആളുകൾ പോകാറില്ലേ? പോകും. നമ്മളാണെങ്കിലും അങ്ങനെ തന്നെ. മോശം അവസ്ഥയിൽ നിന്നും നല്ല അവസ്ഥയിലേക്ക് പോകാനാണ് എപ്പോഴും ആഗ്രഹിക്കുന്നത്. നല്ല സമ്പത്തുള്ള ഇടങ്ങളിലേക്ക് ആളുകൾ പോകാറുണ്ട്. അതുപോലെ തന്നെ സുഖത്തെ തിരഞ്ഞുകൊണ്ടാണ് മനുഷ്യൻ ഓരോ നിമിഷവും ജീവിക്കുന്നത്. ഈ സുഖത്തെ അനുഭവിക്കുന്നത് ആരാണ്? ചിന്തിച്ചിട്ടുണ്ടോ? ഈ സുഖത്തെ അനുഭവിക്കുന്നത് അഹന്തയാണ്. അതിനെ വിശദീകരിക്കുകയാണ് തൃപ്പാദങ്ങൾ ഇവിടെ ചെയ്യുന്നത്. ആത്മാവിൽ തന്നെ ഇരിക്കുന്ന ഒരു ശക്തിയാണ് പ്രകൃതി. ആ പ്രകൃതി സ്വയം രണ്ടായി പിരിയുന്നു. ലോകത്തെ ഭുജിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണത്. ഭുജിക്കണമെങ്കിൽ അഹന്ത ഭോക്താവിൻ്റെ രൂപം കൈക്കൊള്ളണം. രസമുള്ള വസ്തുക്കൾ മാത്രമേ ഭോക്താവിന് പ്രിയം ഉണ്ടാക്കുന്നുള്ളൂ. അപ്രിയം ഉളവാക്കുന്ന വസ്തുക്കളെ തള്ളിക്കളയുമ്പോഴും ഭോക്താവിന് രസം ഉണ്ടാകും. ഭോക്താവ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പുറം ലോകം 2 തരത്തിലുള്ള സുഖം പ്രദാനം ചെയ്യുന്നുണ്ട്. ചില ഭോഗ്യങ്ങൾ അപ്പോൾ തന്നെ സുഖം കൊടുക്കുന്നതാണ്, അല്ലേ? ചില വസ്തുക്കളിൽ നമുക്ക് പെട്ടെന്ന് സുഖം അനുഭവിക്കാൻ കഴിയുന്നു. അവ ഐഹികങ്ങളാണ്. ചിലവ കുറെ കഴിഞ്ഞതിന് ശേഷമേ സുഖം അനുഭവിക്കുന്നുള്ളൂ. അവ പരങ്ങളാണ്. അപ്പോൾ തന്നെ സുഖം അനുഭവിക്കുന്ന ഇതിന് പറയുന്നതാണ് ഐഹികങ്ങൾ. കുറച്ച് കഴിഞ്ഞാണ് സുഖം അനുഭവിക്കുന്നതെങ്കിൽ അവ എന്താണ്? പരങ്ങളാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ വായിലേക്ക് ഒരു മധുര പലഹാരം ഇട്ടു തരികയാണെങ്കിൽ അപ്പോൾ തന്നെ നമുക്കതിൻ്റെ രസമറിയാം, അല്ലേ? സുഖം അനുഭവിക്കുകയും ചെയ്യും അപ്പോൾ തന്നെ. എന്നാൽ ഒരു വാഴ വച്ചാൽ കുറെ കഴിഞ്ഞാണ് നമുക്കതിൻ്റെ ഫലം ലഭിക്കുന്നത്. കർമ്മങ്ങളുടെ ഫലവും ഇങ്ങനെ പിരിഞ്ഞു നിൽക്കുന്നതിനെ അടിസ്ഥാനമാക്കിയാണ് ഇഹമെന്നും പരമെന്നുമുള്ള വിവക്ഷ ഇവിടെ ചേർത്തിരിക്കുന്നത്. ഈ ഭോക്താവിന്
മേഞ്ഞു നടക്കുവാനുള്ള ഒരിടമാണ് ഭോഗ്യവിശ്വം. അതും പ്രകൃതിയുടെ ഒരു പുറമാണ്. ഭോക്താവെന്ന പുറവും ഭോഗ്യവിശ്വമെന്ന മറുപുറവും ചേർന്ന് വ്യാവഹാരിക ലോകം ഉണ്ടായി വരുന്നു. ആത്മസ്വരൂപം അപ്പോഴും വികാരരഹിതമായി തന്നെ നിലകൊള്ളുന്നു. നാം ആത്മസത്ത തന്നെയാണ്. സജ്ജനങ്ങളായ പ്രിയ ആത്മസഹോദരരെ, 81 മന്ത്രത്തിൻ്റെ ലഘുവായ വ്യാഖ്യാനം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ദിവസം നമുക്ക് അടുത്ത മന്ത്രവുമായി കണ്ടുമുട്ടാം. ഗുരു ഓം ശ്രീനാരായണ ധർമ്മം വിജയിക്കട്ടെ. ഓം.